بسم الله الرحمن الرحيم. واذكر في الكتاب إبراهيم إنه كان صديقا نبيا إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 974 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ 41 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ ഇദ് ഖാല ലിഅബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ ولا يغني عنك شيئا يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا. صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ 41 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിം അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട് ഏതാനും ആയത്തുകളിലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. സൂറത്ത് മറിയമിന്റെ തുടക്കം മുതൽ ഇന്നലെ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ച ഭാഗം വരെയുള്ള ആയാത്തുകൾ സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിൽ നിന്ന് തുടങ്ങി യഹിയ അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും അദ്ദേഹം നിർവഹിച്ച ദൗത്യവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് മറിയം റളിയല്ലാഹു അൻഹയെ കുറിച്ചും മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാമിനെ കുറിച്ചും ശ്രദ്ധേയങ്ങളായ ചില കാര്യങ്ങൾ വിവരിച്ചതിന് ശേഷം ക്രൈസ്തവ സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഉദ്ദേശിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ആ ആയാത്തുകളുടെ ആ ഭാഗം അവസാനിക്കുകയാണ്. അതിനെ തുടർന്ന് പുതിയൊരു വിഷയമാണ് ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങിയ ഭാഗത്ത് ആരംഭിക്കുന്നത്. അത് ഇബ്രാഹിം അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. എത്യോപ്യയിലേക്ക്
പലായനം ചെയ്ത ജാഫർ ഇബ്നു അബി ത്വാലിബും സംഘവും 101 പേരുടെ ആ സംഘം എത്യോപ്യയിലെ ക്രൈസ്തവ രാജാവായിരുന്ന നജാഷിയുടെ കൊട്ടാരത്തില് എത്തിയതിനു ശേഷം അവരെ പിന്തുടർന്ന് അവിടെ എത്തിയ മക്കയിൽ നിന്ന് വന്ന മക്കക്കാരുടെ ഖുറൈശികളുടെ പ്രതിനിധികൾ അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ രാജാവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നടത്തിയ സംസാരം. ഈ ഒരു പശ്ചാത്തലത്തില് എത്യോപ്യയിലെ ആ ക്രൈസ്തവ സമൂഹത്തിലെ ആളുകളെ, വിശേഷിച്ച് നജാഷി രാജാവിനെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പുരോഹിതന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ കേൾപ്പിക്കുക എന്ന ഒരു ലക്ഷ്യം മുഖ്യമായി ഉള്ള വിധത്തില് അവതരിപ്പിക്കപ്പെട്ടതായിരുന്നു ആ ആയാത്തുകൾ എന്ന് നമ്മൾ സംക്ഷിപ്തമായിട്ട് മനസ്സിലാക്കുകയുണ്ടായി. ഇവിടെ നിന്നങ്ങോട്ട് ഇബ്രാഹിം അലൈഹിസ്ലാമിനെ കുറിച്ചാണ് സംസാരം. ഇബ്രാഹിം അലൈഹിസ്ലാം മക്കയിലെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്മൃതി പദത്തില് തെളിഞ്ഞു നിൽക്കുന്ന അവരുടെ കുലപതിയാണ്. ഇസ്മായിൽ അലൈഹിസ്ലാമിന്റെ പിതാവ് മക്കയിലെ ജനവാസം ആരംഭിക്കുന്നതിന് കാരണമാകുന്ന വിധത്തിലുള്ള ചില നടപടികൾ ചെയ്തുകൊണ്ട് ഇസ്മായിൽ അലൈഹിസ്ലാമിനെയും ഇസ്മായിൽ അലൈഹിസ്ലാമിന്റെ ഉമ്മ ഹാജറിനെയും അവിടെ താമസിപ്പിക്കുകയും പിന്നീട് ചിരപുരാതനമായ ഭവനം ബൈത്തുൽ അതീഖ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ഭൂമുഖത്ത് ആദ്യമായി പണിയപ്പെട്ട ആ ഭവനം പുനരുദ്ധരിച്ച് അത് സന്ദർശകർക്കും പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു വരുന്നവർക്കും വചനമിരിക്കാൻ താല്പര്യമുള്ളവർക്കും ഒക്കെയായിട്ട് വേണ്ടി വൃത്തിയാക്കി സംരക്ഷിച്ച് നിർത്തുന്ന ചുമതല നിർവഹിച്ചുകൊണ്ട് ആ ദൗത്യത്തിൽ ഇസ്മായിൽ അലൈഹിസ്ലാമിനെ പങ്കാളിയാക്കിക്കൊണ്ടൊക്കെ ചരിത്രത്തിന്റെ പിന്നിട്ട ഒരു ഘട്ടത്തില് മക്കയുടെ തന്നെ ഇപ്പോ രൂപപ്പെട്ടു വന്നിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ ക്രമങ്ങളുടെ ഒരു അടിത്തറ പാകിയ വ്യക്തി എന്നുള്ള നിലക്ക് ഇബ്രാഹിം അലൈഹിസ്ലാം അവർക്ക് സുപരിചിതനാണ്. മക്കയിലെ ഖുറൈശി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുലപതിയാണ്, അവരുടെ പാട്രിയാർക്കാണ്. ഇബ്രാഹിം അലൈഹിസ്ലാം അവർക്ക് അന്യനല്ല, അവർക്ക് പരിചയമുള്ള ആളാണ്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ വളരെ അടുത്ത അനുയായികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട് മക്കയിൽ. അവരിലൊരു വലിയ സംഘം തന്നെ മക്ക വിട്ട് ഒരു വിദേശ രാജ്യത്തേക്ക് പലായനം ചെയ്തിരിക്കുകയാണ്. ആ വിധത്തില് പലായനം ചെയ്യാൻ നാടും വീടും കൂട്ടുകുടുംബങ്ങളും തൊഴിലും തൊഴിലിടങ്ങളും അവരുടെ വരുമാന മാർഗങ്ങളും ഒക്കെ കൈയൊഴിഞ്ഞുകൊണ്ട് നാട് വിട്ടു പോകാൻ തീർത്തും പ്രവചനാതീതമായ സാഹചര്യങ്ങളിലേക്ക് സ്വന്തം വിശ്വാസ സംരക്ഷണം ആഗ്രഹിച്ചുകൊണ്ട് പോകുവാൻ അവര് നിർബന്ധിതരാവുകയാണ് ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സൂറത്തിൽ ഇബ്രാഹിം അലൈഹിസ്ലാമിനെ അനുസ്മരിക്കപ്പെടുന്നത്. ഇബ്രാഹിം അലൈഹിസ്ലാം സമാനമായ ഒരു ജീവിത സാഹചര്യത്തെ നേരിട്ട ചരിത്രത്തിലെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ്. പിതാവിനോടും നാട്ടിലെ പ്രമുഖരോടും രാജാവിനോടും നാട്ടിലെ പ്രമാണിമാരോടുമൊക്കെ വിശ്വാസത്തിന്റെ മാർഗത്തില് എതിരിടേണ്ടി വന്ന ഇബ്രാഹിം അലൈഹിസ്ലാം അവരുടെയൊക്കെ ക്രോധവും വെറുപ്പും വിദ്വേഷവും ഏറ്റുവാങ്ങേണ്ടി വന്ന് നാട് വിട്ടു പോവേണ്ടി വന്ന ആളാണ്. അപ്പോ ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ ആ ജീവിതാനുഭവത്തെ ഇപ്പോ
മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ നാടുവിട്ട് അന്യദേശത്തേക്ക് പോകേണ്ടി വന്ന ആ സാഹചര്യത്തില് അനുസ്മരിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അതില് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ധൈര്യം പകരലുണ്ട്. ഇസ്ലാമിനോട് ശത്രുത കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ചില കാര്യങ്ങള് ഉണർത്തുകയും ബോധ്യപ്പെടുത്തുകയും ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൗത്യവും അതില് നിർവഹിക്കപ്പെടുന്നുണ്ട്. ഈ കാര്യമാണ് നമ്മളുടെ ശ്രദ്ധ വളരെയേറെ പതിയേണ്ട ഇന്ന് നമ്മൾ വായിച്ചു തുടങ്ങിയ ആയത്തുകളില് പ്രത്യേകമായിട്ട് മുഴച്ചു നിൽക്കുന്ന കാര്യങ്ങൾ എന്ന് കാണാൻ കഴിയും. നമുക്ക് ആ ആയാത്തുകളെ സൂക്ഷ്മമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, നേരത്തെ വദ്കുർ ഫിൽ കിതാബി മറിയം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. ഈ വേദഗ്രന്ഥത്തിൽ മറിയമ്മിനെ ഓർക്കണം, സ്മരിക്കണം എന്നായിരുന്നു അവിടെ പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ അള്ളാഹു പറയുന്നത് വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, വേദഗ്രന്ഥത്തില് ഇബ്രാഹിമിനെ സ്മരിക്കുക അല്ലെങ്കിൽ ഇബ്രാഹിമിനെ കുറിച്ച് വിവരിക്കുക. ഇബ്രാഹിമിനെ കുറിച്ച് അവർക്ക് ഈ വേദഗ്രന്ഥത്തിന്റെ ഭാഗമായി വിവരിച്ചു കൊടുക്കുക എന്ന് പറയുന്ന വിധത്തിൽ അതിനെ വായിക്കാം. അതല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഈ വേദഗ്രന്ഥത്തില് പരാമർശിക്കാനും സ്മരിക്കാനും ഒക്കെ പറയുന്ന വിധത്തിൽ അതിനെ കാണാം. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, ഈ വേദഗ്രന്ഥത്തിൽ ഇബ്രാഹിമിനെ സ്മരിക്കുക. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം തീർച്ചയായിട്ടും സത്യവാനായിരുന്നു, പ്രവാചകനുമായിരുന്നു. രണ്ട് കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഒരു താല്പര്യത്തിന്റെയും പേരില് തനിക്ക് ബോധ്യപ്പെട്ട ഒരു സത്യത്തെ കൈയൊഴിയാനോ അതില് വെള്ളം ചേർക്കാനോ അതിനെ ഡൈല്യൂട്ട് ചെയ്യാനോ ഒന്നും സന്നദ്ധനാവാതിരുന്ന സിദ്ദീഖായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം തികഞ്ഞ ബുദ്ധിപരമായ ദൈക്ഷണികമായ സത്യസന്ധതയുടെയും അതുപോലെ ആദർശപരമായ പ്രതിബദ്ധതയുടെയും യുക്തിബോധത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആദ്യഘട്ടം തിളക്കമാർന്നതായി മാറിയത് നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ പലയിടങ്ങളിലായിട്ട് അദ്ദേഹത്തിന്റെ ആ മഹൽ ചരിതം അള്ളാഹു നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട്. അള്ളാഹു ഇവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം ഈ വേദഗ്രന്ഥത്തില് അനുസ്മരിക്കപ്പെടേണ്ട ആളാണ്. അദ്ദേഹം സിദ്ദീഖാണ്, നബിയുമാണ്. അദ്ദേഹം നബി ആയതിന്റെ ഒരു അടിസ്ഥാന കാരണം തന്നെ അദ്ദേഹം സിദ്ദീഖായതാണ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അത് ഒന്നുകൊണ്ട് ഒന്ന് എന്ന് നമുക്ക് പറയാൻ വയ്യ. കാരണം അള്ളാഹുവിന്റെ സ്ഥലകാല പരിമിതികളില്ലാത്ത സ്മരണയിൽ, ഓർമ്മയില് അള്ളാഹുവിന്റെ പദ്ധതികള് നേരത്തെ ആസൂത്രണം ചെയ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ അദ്ദേഹം ഇബ്രാഹിം അലൈഹിസ്സലാം ശ്രദ്ധേയമായ വിധത്തിൽ തന്നെ സിദ്ദീഖായിരുന്നു, സത്യവാനായിരുന്നു. ബുദ്ധിപരമായ ഒരു അടിമത്തത്തിനും ഒരു വിധത്തിലുള്ള കാപട്യത്തിനും അദ്ദേഹം സന്നദ്ധനായിരുന്നില്ല. പിതാവിനോടായാലും നാട്ടുകാരോടായാലും നാട് ഭരിക്കുന്ന രാജാവിനോടായാലും അദ്ദേഹം ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സന്നദ്ധനായിട്ടില്ല എന്നതാണ് വസ്തുത. അദ്ദേഹം സിദ്ദീഖാണ്, സത്യത്തിനു വേണ്ടി നിലകൊണ്ട ഏറ്റവും സത്യവാനായ, സത്യം ഉയർത്തിപ്പിടിക്കുന്നതിന് നിതാന്ത ജാഗ്രത കാണിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനായ പ്രവാചകൻ കൂടിയാണ്. അപ്പൊ സിദ്ദീഖും നബിയുമായ വ്യക്തിയാണ് അദ്ദേഹം. ഇത് ഖാലലി അബീഹി, നേരത്തെ യഹിയ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ പരാമർശിച്ചു. ഈസ അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്ന് പറഞ്ഞ കാര്യങ്ങളും പിന്നീട് മുതിർന്ന ആളായി ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ തുടങ്ങിയ ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നമ്മൾ സംക്ഷിപ്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. ഇവിടെ ഇതാ ഇബ്രാഹിം അലൈഹിസ്സലാം
തന്റെ ദൗത്യം നിർവഹിച്ച ആദ്യ നാളിൽ എങ്ങനെ ആളുകളോട് അഭിസംബോധന ചെയ്തു എന്നത് വ്യക്തമാക്കപ്പെടുകയാണ്. ഇത് കാലലി അബീഹി, അദ്ദേഹം തന്റെ വാപ്പായോട് സംസാരിച്ച ആ സന്ദർഭം പ്രത്യേകം സ്മരണീയമാണ്. അതാർക്കും എളുപ്പത്തിൽ അങ്ങ് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: യാ അബത്തി, എന്റെ വാപ്പ, എന്റെ ഉപ്പ, എന്റെ പ്രിയ പിതാവേ എന്നൊക്കെ പറയാവുന്ന ഏറ്റവും ഇമ്പമാർന്ന, ഏറ്റവും സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു അഭിസംബോധനയാണ് യാ അബത്തി. അറബി ഭാഷയിൽ യാ അബി എന്ന് പറഞ്ഞാൽ ധാരാളം മതി. പക്ഷെ ഇത് അബത്തി എന്നാണ്. നമ്മളെ മലബാറിലൊക്കെ ഒരു പക്ഷെ വാപ്പിച്ചി എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ അടുപ്പം കാണിക്കുന്നതിന് മലബാറിലൊക്കെയുള്ള പല പ്രയോഗങ്ങളുണ്ട്. അതുപോലെയൊക്കെയുള്ള ഒരു പ്രയോഗം യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു. വളരെ യുക്തിപൂർവമായ സ്വാദിഖ് എന്നിവിടെ അള്ളാഹു, അല്ലെ സിദ്ദീഖ് എന്നൊക്കെ അള്ളാഹു പരാമർശിച്ച ആ വിവരണത്തിനെ അന്വർത്ഥമാക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. പ്രിയ വാപ്പ, പ്രിയപ്പെട്ട പിതാവേ, ലിമ തഅബുദു, താങ്കൾ എന്തിന്റെ പേരിലാണ് ആരാധിക്കുന്നത്? മാലാ യസ്മഉ വലാ യുബ്സിറു, കേൾക്കുകയോ കാണുകയോ ചെയ്യാൻ പറ്റാത്തതിന്, വലാ യുഗ്നി അൻക ശൈഅ, താങ്കൾക്കൊരു ഗുണവും ഒരു പ്രയോജനവും ഇല്ലാത്ത, ഒരു ഉപകാരവും ഉണ്ടാക്കി തരുകയില്ലാത്ത ഈ സംഗതികളെ താങ്കൾ എന്തിന്റെ പേരിലാണ് ആരാധിക്കുന്നത് എന്നതാണ് ചോദ്യം. അത് വളരെ മൂഢമായ, യുക്തിരഹിതമായ, ബുദ്ധിശൂന്യമായ ഒരു പ്രവർത്തനമല്ലേ എന്ന കാര്യമാണ് ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം ചൂണ്ടിക്കാണിക്കുന്നത്. വാപ്പായോടാണ്. വാപ്പായും കൂട്ടരും അവര് സ്വന്തം കൈകൾ കൊണ്ട് ഉരുട്ടിയുണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് അദ്ദേഹം കാണുന്നുണ്ട്. ഇന്നലെ ബിനിയാന്ന് കളിമണ്ണോ ലോഹമോ ആയിരുന്നതാണ് അതൊക്കെ തന്നെ. പക്ഷെ ഇന്ന് അതിനൊരു രൂപമുണ്ട്. ഒരു പ്രത്യേക ബഹുമതിയും ആദരവും ഒക്കെ നൽകിക്കൊണ്ട് ചിലയിടങ്ങളിൽ അവര് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിന് പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ ചോദിക്കപ്പെടുന്നത്. എന്തിനാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത, കേൾക്കാനോ കാണാനോ കഴിയാത്ത ഒന്നിനെ നിങ്ങൾ ആരാധിക്കുന്നത്, ഇബാദത്ത് ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. വലാ യുഗ്നി അൻക ശൈഅ, നിങ്ങൾക്ക് ഒരു നിലക്കും ഒരു നേട്ടവും ഉണ്ടാക്കി തരാത്തതാണ് ഈ സാധനങ്ങൾ. അവയെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ആരാധിക്കുന്നത് എന്നാണ് സ്വന്തം വാപ്പായോട് തന്നെ അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം കാണിക്കുന്ന സത്യസന്ധതയുടെ ഒരു അളവുകോലായിട്ട് ഇതിനെ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാം ചോദ്യം ഉന്നയിക്കുന്നത് വാപ്പായോടാണ്. വാപ്പാക്ക് അത് വലിയ പ്രകോപനമാകാൻ സാധ്യതയുണ്ട്. അത് വാപ്പായും മകനും തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കാനൊക്കെ കാരണമാക്കിയെന്ന് വരും എന്നൊന്നുള്ള ആലോചനയൊന്നും അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല. മറിച്ച് ഒരു സിദ്ദീഖ് എന്ന നിലക്ക്, ഏറ്റവും ഉയർന്ന നിലവാരം കാണിച്ച ഒരു സത്യവാൻ എന്നുള്ള നിലക്കാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഈ ചോദ്യം ഉന്നയിക്കുന്നത്. കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത, ഒരു നിലക്കും താങ്കൾക്ക് പ്രയോജനം ചെയ്യാത്ത ഇവയെ എന്തിന് താങ്കൾ ആരാധിക്കുന്നു? ഇതാണ് ചോദ്യം. തുടർന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്, യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക് ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ്യ. അപ്പോ ഇവിടെ ഒന്നാമതായി പറഞ്ഞ കാര്യത്തിലൂടെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാം വാപ്പായെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതി, വാപ്പ പിന്തുടരുന്ന ആ ജീവിത മാർഗം തെറ്റായതാണ്, ഫലശൂന്യമാണ്, അർത്ഥരഹിതമാണ്, ബുദ്ധിശൂന്യമാണ്. കേൾക്കുവാനോ കാണുവാനോ കഴിയാത്ത, യാതൊരു പ്രയോജനവും ഉണ്ടാക്കി തരാൻ കഴിയാത്ത ഈ സംഗതികളെ ആരാധിക്കുന്നത് മൂഢമായ ഒരു സംഗതിയാണ്, ഒരു കാര്യമാണ് എന്നത് ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി ഇബ്രാഹിം അലൈഹി ഇസ്ലാം വാപ്പായോട് പറയുന്നത്, വാപ്പ, നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത ചില അറിവ്, ജ്ഞാനം എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട്.
നിങ്ങൾക്ക് കിട്ടാൻ അത് അവസരം ഉണ്ടായിട്ടില്ല. താങ്കൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തില് ഒരു ഏറ്റവും ആശ്രയിക്കാവുന്ന വിധത്തിലുള്ള ഒരു ജ്ഞാനം, ഒരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഫത്തബിഅനി, എന്നെ നിങ്ങൾ പിന്തുടരുക. അഹദിക സിറാത്തൻ സവിയ്യ, ഏറ്റവും ഋജുവായ ചൊവ്വായ മാർഗത്തിലൂടെ ഞാൻ നിങ്ങളെ നയിക്കാം. ഇതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയുന്നത്. അപ്പൊ ഇത് ഞാൻ മികച്ചവനാണ്, ഞാൻ കൂടുതൽ ബുദ്ധിയുള്ളവനാണ്, പ്രാഗൽഭ്യമുള്ളവനാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമല്ല. ഇത് ഒരു യാദൃച്ഛികത ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാമെങ്കിലും ദൈവികമായൊരു നിശ്ചയമാണ്. നിങ്ങൾക്ക് അള്ളാഹു ഇൽമ് പകർന്നു തന്നിട്ടില്ല, എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൽമ് നൽകപ്പെട്ടവനെ ഇൽമ് നൽകപ്പെടാത്തവർ പിന്തുടരുക എന്നതാണ് ശരിയായ വഴി, സ്വാഭാവികതയുള്ള വഴി. എനിക്ക് താങ്കളെ അള്ളാഹു പ്രവാചകനായി നിശ്ചയിച്ചിട്ടില്ല, എന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. എനിക്ക് ദൈവത്തിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്ക് ദൈവിക ജ്ഞാനം പകർന്നു നൽകപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് വാപ്പ ഇക്കാര്യത്തില് വാപ്പ എന്നെയാണ് പിന്തുടരേണ്ടത്. കാരണം എനിക്കാണ് ഇക്കാര്യത്തില് അറിവ് നൽകപ്പെട്ടിട്ടുള്ളത്. ഇതാണ് ഇബ്രാഹിം അലൈഹി സ്വലാം അറിയിക്കുന്ന ഒരു കാര്യം. ഇന്നി യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമ്, എന്റെ പിതാവേ, എനിക്ക് ജ്ഞാനം നൽകപ്പെട്ടിരിക്കുകയാണ്. അറിവിന്റെ വളരെ വിശാലവും സമഗ്രവുമായ ലോകത്തിൽ നിന്ന് അനിവാര്യമായ അല്പം എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. മാലം എത്തിക്ക, അത് പക്ഷെ താങ്കൾക്ക് ലഭിച്ചിട്ടില്ല, താങ്കളിലേക്ക് എത്തിയിട്ടില്ല. താങ്കൾക്ക് നൽകപ്പെടാത്ത ഒരു ജ്ഞാനം ഇക്കാര്യത്തില് എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫത്തബിഅനി, അതുകൊണ്ട് താങ്കൾ എന്നെ പിൻപറ്റണം. വിജയി ആവേണ്ടതുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ എന്നെ പിൻപറ്റുകയാണ് വേണ്ടത്. പ്രവാചകന്മാര് ദൗത്യം നിർവഹിച്ച് തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണത്. അവരുടെ പിതാക്കന്മാര്, പ്രവാചകന്മാരുടെ വാപ്പ, ഉമ്മ, അടുത്ത കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ, ഇവർക്കൊക്കെ ഒരു മാനസികമായ സംഘർഷവും സംഘട്ടനവും ഒക്കെ അനുഭവപ്പെടാൻ ഇടയുണ്ട്. ഇവന് ഇന്നലെ മിനിയാന്ന് നമ്മളെ ഇടയിൽ ഉദയം ചെയ്ത ഒരു കക്ഷിയല്ല. ഇവന് ഇത്രയും കാലം ഞങ്ങൾ പറയുന്നത് കേട്ട് ജീവിച്ച ഒരുത്തനായിരുന്നല്ലോ, ഇപ്പോ ഇവൻ എന്താ പറയുന്നത്? അവൻ പറയുന്നത് കേട്ട് ഞങ്ങൾ ജീവിക്കണം എന്നൊക്കെയുള്ള ഒരല്പം കിബറ് കാണിക്കുന്ന സംസാരം അവർക്കിടയിൽ നിന്ന് രൂപപ്പെട്ടു വരാൻ ഇടയുണ്ട്. ഇതിന് യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാകേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇപ്പൊ നമ്മൾ അറിയുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നത്, പുതിയ തലമുറയിലെ കുട്ടികൾ സാങ്കേതിക വിദ്യയിലൊക്കെ ഒരുപാട് മുന്നിലാണ് നമ്മുടെയൊക്കെ തലമുറയിലുള്ള ആളുകളെക്കാൾ. എന്ത് വിഷയം ഉണ്ടാകുമ്പോഴും ഈ മൊബൈൽ ടെക്നോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള മിക്ക കാര്യങ്ങളിലും മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അവരെ ആശ്രയിക്കേണ്ടി വരികയാണ്. അവര് പറഞ്ഞ പോലെ കേൾക്കേണ്ടി വരികയാണ്. അപ്പൊ അതില് പ്രത്യേകിച്ച് കൗതുകമോ പുതുമയോ ഒന്നുമില്ല. ആർക്കാണോ അറിവുള്ളത്, അവര് അറിവില്ലാത്ത ആളുകൾ അവരെയാണ് പിൻപറ്റേണ്ടത്. അറിവുള്ളവരെ അറിവില്ലാത്തവര് പിൻപറ്റുക എന്നതാണ് ലോകം അംഗീകരിച്ചിട്ട് തന്നെയുള്ള ഒരു വ്യവസ്ഥ. അതല്ലാത്ത പരിഹാരമൊന്നും അതിനില്ല. പ്രവാചകൻ എന്നുള്ള നിലക്ക് ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തില് അദ്ദേഹത്തിന്റെ പിതാവിനും അടുത്ത ബന്ധുക്കൾക്കും ഒക്കെ ചെയ്യാനുള്ള കാര്യം അത് തന്നെയാണ്. അദ്ദേഹം അത് വളരെ വ്യക്തമായി പറയുന്നു എന്നേ ഉള്ളൂ. യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക് ഫത്തബിഅനി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്റെ വാപ്പ, എനിക്ക് നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത ചില കാര്യങ്ങള്, ചില സുപ്രധാനമായ അറിവ് വന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫത്തബിഅനി, എന്നെ പിന്തുടരണം. അഹ്ദിക സിറാത്തൻ സവിയ്യ, നിങ്ങളെ ഏറ്റവും നല്ല മാർഗത്തിൽ ഞാൻ നയിക്കാം. ഏറ്റവും ചൊവ്വായ വഴിയിലേക്ക് നിങ്ങളെ ഞാൻ സഞ്ചരിപ്പിക്കാം എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാം പറയുന്നത്. അള്ളാഹു
വഹി കൊടുത്തത് കൊണ്ട് വാപ്പായെയും അടുത്ത ആളുകളെയൊന്നും ഗൗനിക്കാതെ അഹങ്കാരം കാണിക്കുന്ന ഒരു സ്വഭാവം ഇബ്രാഹിം അലൈഹിസ്സലാം കാണിക്കുകയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. വളരെ മാന്യമായ, വളരെ വിനയത്തോടു കൂടിയുള്ള ഒരു സംസാരമാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഇവിടെ നടത്തുന്നത്. അതിന്റെ പ്രാധാന്യവും ഊന്നലും വരുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വാപ്പാക്ക് സന്മാർഗം പിൻപറ്റാൻ ഭാഗ്യം ഉണ്ടാവണം എന്നൊരാഗ്രഹം ഇബ്രാഹിം അലൈഹിസ്സലാമിന് വളരെ ശക്തമായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിന് സത്യമാർഗം പിന്തുടരാനുള്ള ഭാഗ്യം കിട്ടണം എന്ന ഒരാഗ്രഹമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് വധിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് തുടർന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പിഴവുകളെ ചൂണ്ടിക്കാണിക്കുകയാണ്. യാ അബതി ലാ തഅ്ബുദി ശൈത്വാൻ, എന്റെ വാപ്പ, പ്രിയ പിതാവേ, താങ്കള് പിശാചിനെ ആരാധിക്കരുത്. പിശാചിനെ ആരാധിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. പിശാചിനെ ആരാധിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഡെവിൾ വേർഷിപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമീപകാലത്ത് അമേരിക്കയിലും പടിഞ്ഞാറൻ നാടുകളിലൊക്കെ രംഗപ്രവേശം ചെയ്ത ചില ആളുകളെ, അത് യഥാർത്ഥത്തിൽ അവരൊരു കൾട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അത് ഒഴിച്ചു നിർത്തിയാൽ ലോക ചരിത്രത്തിൽ പിശാചിനെ ആരാധിക്കുന്ന ഒരു ഏർപ്പാട് വല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടുകയും പിശാചിനെ അനുസരിക്കുകയൊക്കെ ചെയ്യുന്ന ആ രീതിയിലേക്ക് പോവുകയാണ് ആളുകൾ ചെയ്യാറുള്ളത്. ഇവിടെയും ഉദ്ദേശിക്കപ്പെടുന്നത് അതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. യാ അബതി ലാ തഅ്ബുദി ശൈത്താൻ, പിതാവേ, വാപ്പ, താങ്കൾ പിശാചിന് വഴിപ്പെടരുത്, പിശാചിനെ അനുസരിക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. പിശാചിനെ ആരാധിക്കരുത് എന്നത് പിശാചിനെ ഇബാദത്ത് ചെയ്യരുത് എന്ന അർത്ഥത്തില് വളരെ വിരളമായിട്ട് മാത്രമേ മനസ്സിലാക്കേണ്ടി വരുള്ളൂ. കാരണം നമ്മള് സങ്കല്പിക്കുന്ന പിശാചിന്റെ രൂപം ഉൾക്കൊണ്ടുകൊണ്ട് പിശാചിനെ ആരാധിക്കുകയല്ല മനുഷ്യൻ ചെയ്യാം. മറിച്ച് പിശാച് പല രൂപങ്ങളും സ്വീകരിച്ചുകൊണ്ട് മനുഷ്യനെ പ്രലോഭിപ്പിച്ച് അവന്റെ വലയിൽ വീഴ്ത്തുകയാണ് ചെയ്യുക. അപ്പോ ആളുകൾ ആ ഘട്ടങ്ങളിലൊക്കെ പിശാചിനെ അനുസരിക്കുന്ന, പിശാചിന്റെ പ്രലോഭനങ്ങളിൽ പെട്ടുപോകുന്നവരായി മാറുകയാണ് ചെയ്യാറുള്ളത്. എന്നിട്ട് പറയുന്നത് ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസിയ്യ, നിശ്ചയമായിട്ടും പിശാച്, ശൈത്വാൻ, കാരുണ്യവാനായ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചവനാണ് എന്നാണ്. അസിയാണ്, അസിയാൻ കാണിച്ചു. കാരുണ്യവാനായ, ഇവിടെയും അള്ളാഹു എന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് റഹ്മാൻ എന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന പദം അർ-റഹ്മാൻ എന്നതാണ്. ബാക്കിയുള്ള എല്ലാ സിഫാത്തുകളും അള്ളാഹുവിന്റെ വിവരണങ്ങളായിട്ട്, അള്ളാഹുവിന്റെ ഗുണനാമങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അർ-റഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ പേരായിട്ട് തന്നെ ചിലയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. റഹ്മാൻ, അള്ളാഹു എന്ന് വിളിച്ചോളൂ, അല്ലെങ്കിൽ അർ-റഹ്മാൻ എന്ന് വിളിച്ചോളൂ. അതുപോലെ മായുംസിക്കുഹുന്ന ഇല്ലർ റഹ്മാൻ എന്ന് പക്ഷികളെ പരാമർശിച്ചുകൊണ്ട് പറയുന്നിടത്ത് അവയെ ആകാശത്തിൽ പിടിച്ചു നിർത്തുന്നത് കാരുണ്യവാൻ അല്ലാതെ മറ്റാരുമല്ല എന്ന് പറയുന്നിടത്ത് അവിടെയൊക്കെ തന്നെ അള്ളാഹുവിന്റെ പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേരായിട്ട് റഹ്മാൻ കാണാൻ കഴിയും. അപ്പൊ ഇന്ന ശൈത്താനെ കാണൽ റഹ്മാനി അസിയ, കാരുണ്യവാനായ റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചവനാണ് പിശാച്. ആ പിശാചിന് വഴിപ്പെടുന്ന, ആ പിശാചിന് ഇബാദത്ത് ചെയ്യുന്ന, അവനെ അനുസരിക്കുന്നവനായി മാറരുത് എന്നാണ് വാപ്പായോട് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നത്. യാ അബതി, എന്നിട്ട് വീണ്ടും പറയുകയാണ്, എന്റെ വാപ്പ, ഇനി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബിൽ നിന്ന്, അള്ളാഹു എന്നതിന് പകരം ഇവിടെ വീണ്ടും അർ-റഹ്മാൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അള്ളാഹുവിൽ നിന്ന്, കാരുണ്യവാനായ റബ്ബിൽ നിന്ന് താങ്കളെ ഒരു ശിക്ഷ സ്പർശിക്കുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങൾ ഈ പോക്ക് പോവുകയാണെങ്കിൽ
നിങ്ങൾ ഈ നിലപാട് തുടരുകയാണെങ്കിൽ അള്ളാഹു കാരുണ്യവാനൊക്കെ തന്നെയാണ്, എന്നാൽ പോലും കാരുണ്യവാനായ ആ റബ്ബിന്റെ ശിക്ഷ താങ്കളെ സ്പർശിക്കും എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അത് അള്ളാഹ് കാരുണ്യവാൻ അല്ലാതാവുന്നത് കൊണ്ടല്ല, നിങ്ങള് ശിക്ഷ അർഹിക്കുന്നവനായി മാറുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഉള്ള നിലപാടും പ്രവർത്തനവും രീതിയും ഒക്കെയാണ് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെങ്കിൽ വാപ്പ തീർച്ചയായിട്ടും കരുണാനിധിയായ കാരുണ്യവാനായ അള്ളാഹുവിന്റെ ഒരു ശിക്ഷ താങ്കളെ സ്പർശിക്കാനാണ് സാധ്യത. ഫതകൂനലി ശൈത്വാനി വലിയ, അങ്ങനെ വരുമ്പോ താങ്കള് പിശാചിന്റെ മിത്രം തന്നെയായിട്ട് മാറും, പിശാചിന്റെ ശൈത്താന്റെ കൂട്ടുകാരനായിട്ട് മാറും. ഇതാണ് ഞാൻ ഭയപ്പെടുന്നത്. അപ്പോ ഞാൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കി എന്നെ ഇത്തിബാഴ് ചെയ്തുകൊണ്ട് താങ്കള് ജീവിതം പുനരാവിഷ്കരിക്കണം. നിങ്ങൾക്ക് അറിവ് നൽകപ്പെട്ടിട്ടില്ല, എനിക്ക് അറിവ് നൽകപ്പെട്ടിട്ടുമുണ്ട്. അറിവ് നൽകപ്പെടാതെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പിശാചിന് ഇബാദത്ത് ചെയ്യുന്ന പോലെ, പിശാചിനെ അനുസരിക്കുന്നത് പോലെ, പിശാചിന് വഴിപ്പെടുന്നത് പോലെയാണ്. ഈ അവസ്ഥയിൽ താങ്കൾ തുടരുകയാണെങ്കിൽ കാരുണ്യവാന്റെ ശിക്ഷ താങ്കളെ വന്ന് സ്പർശിക്കുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും താങ്കള് ശൈത്താന്റെ മിത്രമായിരിക്കും, അള്ളാഹുവിന്റെ മിത്രമല്ല, ശൈത്താന്റെ പിശാചിന്റെ കൂട്ടുകാരനും മിത്രവും ആത്മസുഹൃത്തും ഒക്കെ ആയിട്ടാണ് മാറുക. ഇതാണ് താക്കീതിന്റെയും സ്നേഹവായ്പിന്റെയും സഹാനുഭൂതിയുടെയും ഒക്കെ ഭാഷ ഉൾക്കൊണ്ടുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം വാപ്പായോട് പറയുന്ന കാര്യം. ദൗത്യം നിർവഹിച്ചു തുടങ്ങുന്ന ആദ്യഘട്ടത്തില് ഇബ്രാഹിം അലൈഹിസ്സലാം വാപ്പായോട് തന്നെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ തന്നെയാണ് സത്യദീനിലേക്ക് തന്നെ അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുള്ള ആ സത്യമാർഗം വെളിപ്പെടുത്തി വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം ആദ്യമായി പരിഗണിക്കുന്നത് സ്വന്തം വാപ്പായെ തന്നെയാണ്. അതുണ്ടാക്കിയ പ്രതികരണം, അതിനോട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ വാപ്പ നൽകിയ മറുപടി തുടങ്ങിയ കാര്യങ്ങൾ തുടർന്നുള്ള ആയാത്തുകളിൽ വിവരിക്കപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള സന്ദർഭങ്ങളിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ചില ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടത് വളരെ സംക്ഷിപ്തമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം എന്ന് കരുതുകയാണ്. ഒന്ന്, ഉൽപ്പത്തി എന്നൊന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ അല്ലല്ലോ ചെയ്തിട്ടുള്ളത്, അത് സാധ്യമല്ല എന്നതല്ലേ ശരി? ഖുർആൻ അനുസരിച്ച് പോലും നേരത്തെ ഉണ്ടായിരുന്ന മണ്ണ് കുഴച്ചല്ലേ മനുഷ്യനെ പോലും അള്ളാഹു ഉണ്ടാക്കിയത്, ശൂന്യതയിൽ നിന്നല്ലല്ലോ. അതുകൊണ്ട് അള്ളാഹു സ്രഷ്ടാവാണ് എന്ന് പറയുന്നത് ശരിയാണോ എന്നതാണ് ഇവിടെ പീസ് എന്നുള്ള പ്രൊഫൈലിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യം. ഉൽപ്പത്തി എന്നൊന്നുമില്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് പരിണാമമായിരിക്കണം. യഥാർത്ഥത്തില് ഈ ആള് പീസ് പ്രൊഫൈലിനുള്ള ആള് സ്വന്തം തട്ടകം ഏതാണ് എന്നത് ഇതുവരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നതാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണോ, യഹൂദനാണോ, നാസ്തികനാണോ, നിരീശ്വരവാദിയാണോ, പരിണാമവാദിയാണോ, എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്നത് ഒരു നിലപാടിൽ എത്തണം. ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിലാണ് കാര്യങ്ങൾ പറയുന്നത് എളുപ്പമാവുക. ഇവിടെ അദ്ദേഹം ഉൽപ്പത്തിയെ നിഷേധിക്കുകയാണ്. നേരത്തെ അദ്ദേഹം ബൈബിളിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട്, ഓൾഡ് ടെസ്റ്റമെന്റിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഓൾഡ് ടെസ്റ്റമെന്റ് ബൈബിളും ഒക്കെ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഉൽപ്പത്തി. മനുഷ്യോൽപ്പത്തി എന്നത് പറയാത്ത ഒരു വേദഗ്രന്ഥവും ഇല്ല. എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യന് ഒരു ഉത്ഭവം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പ്രപഞ്ചത്തിന് ഒരു ഉത്ഭവം ഉണ്ടായിരുന്നു എന്ന കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. ഇനി അതല്ല, പരിണാമമാണ് അദ്ദേഹത്തിന് സ്വീകാര്യമായിട്ടുള്ളതെങ്കിൽ അത് വിശദമായിട്ടൊന്ന് പഠിച്ചു നോക്കൂ. പരിണാമവാദം ഇന്ന് മുഖവിലക്കെടുക്കുന്ന ശാസ്ത്രജ്ഞര് തന്നെ വിരളമാണ്. അല്ലെങ്കിൽ മിക്ക ശാസ്ത്രജ്ഞന്മാരും അതിനെ സന്ദേഹത്തോടു കൂടി മാത്രമേ സമീപിക്കുന്നുള്ളൂ. കാരണം പരിണാമവാദം മനുഷ്യന്റെ
മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്നില്ല എന്നതും അതിന് അടിസ്ഥാനരഹിതമായ ചില തലങ്ങൾ പരിണാമവാദത്തിനുണ്ട് എന്നത് വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ആ ഭൗതികവാദത്തിന് അടിത്തറയാകുന്ന വിധത്തിലുള്ള പരിണാമവാദം ഇന്ന് ആർക്കും അങ്ങനെ സ്വീകാര്യമല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയൊക്കെ ഇത് സംബന്ധമായിട്ട് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഉൽപ്പത്തി ഉണ്ടായിരുന്നോ ഇല്ലേ എന്നതൊക്കെ അദ്ദേഹം ആ ശാസ്ത്ര തലത്തിൽ നിന്നുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് വന്നോട്ടെ. ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ട അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ സാധ്യമല്ല എന്നാണ്. ഖുർആൻ അനുസരിച്ച് പോലും നേരത്തെ ഉണ്ടായിരുന്ന മണ്ണ് കുഴച്ച് ആണ് അള്ളാഹു മനുഷ്യന് രൂപം നൽകിയിട്ടുള്ളത് എന്ന്. മണ്ണ് കുഴച്ച് രൂപം നൽകി എന്നത്, മണ്ണ് കുഴച്ച് എന്നത് ഒക്കെ ഇരിക്കട്ടെ, അതൊക്കെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഷയിലുള്ള വിവരണമാണ്. കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നത് ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യന്റെ ശരീരം കീറി മുറിച്ച് ചികഞ്ഞ് പരിശോധിച്ചാല് മണ്ണിലുള്ളതല്ലാത്ത യാതൊന്നും മനുഷ്യന്റെ ശരീരത്തിൽ ഇല്ല എന്ന് കാണാനും കഴിയും. അപ്പോ മനുഷ്യൻ മണ്ണിൽ നിന്നാണ് എന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ അർത്ഥം മനുഷ്യന് ഒരു ഉൽപ്പത്തി ഉണ്ടായില്ല എന്നല്ല, മനുഷ്യനൊരു ഉത്ഭവം ഉണ്ടായില്ല എന്നല്ല. മണ്ണ് ഉപയോഗപ്പെടുത്തി, വെള്ളം ഉപയോഗപ്പെടുത്തി അള്ളാഹു രൂപകൽപ്പന ചെയ്ത് നൽകിയ ഒരു രൂപത്തില് ദിവ്യ ചൈതന്യം പകർന്നുകൊണ്ടാണ് മനുഷ്യന് സൃഷ്ടിക്കപ്പെടുന്നത് എന്നത് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനൊരു ഉത്ഭവം ഉണ്ട്. അള്ളാഹു അതിന് ചില മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ മണ്ണും വെള്ളവും ഒക്കെ തന്നെ ആരാണ് ഉണ്ടാക്കിയത്? അതും അള്ളാഹു ഉണ്ടാക്കിയതാണ്. അള്ളാഹു സൃഷ്ടിച്ച മണ്ണും വെള്ളവും ഒക്കെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അള്ളാഹുവിന് മനുഷ്യനെ അവയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സൃഷ്ടിക്കും എന്ന കാര്യവും അറിയുമായിരുന്നു. അവന് ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഭൂമിയെ അവൻ സൃഷ്ടിച്ചിട്ടുള്ളത്, മണ്ണ് സൃഷ്ടിച്ചിട്ടുള്ളത്, വെള്ളം സൃഷ്ടിച്ചിട്ടുള്ളത് ഒക്കെ തന്നെ. കാരണം അള്ളാഹുവിന്റെ അറിവിന് ഈ സ്ഥലകാല പരിമിതി ഇല്ലല്ലോ. ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഒരുപോലെ അറിയുന്നവനാണ് അള്ളാഹു എന്നതുകൊണ്ട് തന്നെ അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ച കാര്യങ്ങള് അവൻ നിശ്ചയിച്ച പ്രകാരം നടപ്പിലാക്കി എന്നേ അതിന് അർത്ഥമുള്ളൂ. ഖുർആൻ വിവരിക്കുന്നതിന്റെ സൂചന അതാണ്. ശൂന്യതയിൽ നിന്നല്ലല്ലോ സൃഷ്ടിച്ചത്. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കണമെന്ന് ആർക്കെങ്കിലും വാശിയുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹു മണ്ണുണ്ടാക്കി, വെള്ളം ഉണ്ടാക്കി, ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കി അങ്ങനെ സൃഷ്ടിക്കാനാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാതെ മണ്ണ്, വെള്ളം, ഈ ശൂന്യാകാശം, ഈ സ്പേസ് ഒക്കെ തന്നെ ഉണ്ടാക്കി വെച്ചത് നിങ്ങളാരുമല്ലല്ലോ. നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് അള്ളാഹ് വന്ന് മനുഷ്യനുണ്ടാക്കിയായിരുന്നോ? അതല്ലല്ലോ. അള്ളാന്റെ സൃഷ്ടിപ്പിന് അള്ളാഹു നിശ്ചയിച്ച ഒരു സംവിധാനവും പ്രക്രിയയും ഒക്കെ ഉണ്ട്. അതാണ് അതിന്റെ വസ്തുത. അതുകൊണ്ട് അള്ളാഹുവെ സൃഷ്ടാവാണ് എന്ന് പറയാൻ പറ്റൂല എന്നാ. പിന്നെ ചാൾസ് ഡാർവിനെയോ അല്ലെങ്കിൽ പീസ് പ്രൊഫൈലിന് പുറകിലുള്ള ആളെയോ ഒക്കെ സൃഷ്ടാവ് എന്ന് വിളിക്കേണ്ടി വരും. കാരണം ഇതൊക്കെ കണ്ടെത്തി ഇതിനെക്കുറിച്ച് വലിയ നിരീക്ഷണങ്ങൾ നടത്തുന്നവരെയാണല്ലോ സൃഷ്ടാവ് എന്ന് വിളിക്കേണ്ടത്. സൃഷ്ടിച്ച ആളല്ല വിളിക്കേണ്ടത്, മറിച്ച് സൃഷ്ടിച്ചു വെച്ചതിന് കണ്ടെത്തിയ അതിന്റെ രഹസ്യങ്ങള് മനസ്സിലാക്കാൻ ശ്രമിച്ച ആളുകളെയാണ് സൃഷ്ടാവ് എന്ന് വിളിക്കേണ്ടത് എന്നാണ് നിങ്ങളുടെ വാദമെങ്കിൽ നമുക്ക് അങ്ങനെ വിളിച്ചു നോക്കാം. ശരിയാവോ എന്നുള്ളത് നിങ്ങൾ പറ. നിങ്ങൾക്കും ഭാഷ അറിയാം, അതുപോലെ മനുഷ്യന്റെ ചിന്തയെ അറിയാം. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക ആരെയാണ് സൃഷ്ടാവ് എന്ന് വിളിക്കേണ്ടത്. ചാൾസ് ഡാർവിനെ വിളിക്കണോ? ആൽബർട്ട് ഐൻസ്റ്റൈനെ വിളിക്കണോ? ഈ പീസ് പ്രൊഫൈലിലുള്ള ആളെ വിളിക്കണോ? ആരെയാണ് സൃഷ്ടാവ് എന്ന് വിളിക്കേണ്ടത്? ഐൻസ്റ്റൈൻ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ചാൾസ് ഡാർവിൻ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇവരൊക്കെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ച പ്രപഞ്ചത്തിലെ ചില നിഗൂഢതകളെ കണ്ടെത്താൻ ശ്രമിച്ച ആളുകളാണ്. അതുകൊണ്ട് അവരെയാണ് സൃഷ്ടാവ് എന്ന് വിളിക്കേണ്ടതെങ്കിൽ നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും ഒക്കെ ബോധ്യപ്പെടുത്തുന്നത് അതാണെങ്കിൽ നിങ്ങളെ വിളിച്ചോളൂ. എനിക്ക് അതിന് യാതൊരു വിരോധവും. പക്ഷെ എന്റെ മനസ്സിൽ സൃഷ്ടികർമ്മം നടത്തിയ ആളെയാണ് സൃഷ്ടാവ് എന്ന് വിളിക്കേണ്ടത് എന്നാണ്. അവന് സൃഷ്ടികർമ്മം നടത്താൻ എന്ത് ഉപാധി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അത് അവന്റെ ചോയ്സ് ആണ്. അവൻ എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളും ഞാനുമാണോ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇതെന്തൊരു വിരോധാഭാസമാണ് നിങ്ങളെ ഈ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. അത്രയാണ് അത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ഇവിടെ പീസ് തന്നെയാണ് അതും ഉന്നയിക്കുന്നത്. സൃഷ്ടി എന്നൊന്നുണ്ടോ? ഒന്നും സൃഷ്ടിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല, പരിവർത്തനം മാത്രമാണ് സംഭവിക്കുന്നത് എന്ന ആധുനിക ശാസ്ത്രവാദവും
പുരാതന അദ്വൈതവാദവും ഒക്കെയല്ലേ വിശ്വാസ യോഗ്യം, കൂടുതൽ വിശ്വാസയോഗ്യം എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. സൃഷ്ടി എന്നൊന്നില്ല, പരിവർത്തനാണുള്ളത്. പരിണാമം, പരിവർത്തനത്തിന്റെ വേറൊരു പേരാണ് പരിണാമം. അപ്പോ ഒന്നും സൃഷ്ടിച്ചതല്ല, ഒന്ന് മറ്റൊന്നായി സ്വയം പരിണമിച്ചുണ്ടായതാണ് എന്ന ഒരാശയം അദ്ദേഹം ഐൻസ്റ്റൈന്റെ തത്വത്തിനെയും ഡാർവിന്റെ പരിണാമവാദത്തിനെയും കൂട്ടിക്കെട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു പുതിയ നോഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒന്നും ഊർജത്തിനെ കുറിച്ച് ഐൻസ്റ്റൈൻ പറഞ്ഞ, അല്ലെങ്കിൽ പദാർത്ഥത്തിനെ കുറിച്ച് ഐൻസ്റ്റൈൻ പറഞ്ഞ കാര്യം പദാർത്ഥത്തിനെ ഊർജമായും ഊർജത്തിനെ പദാർത്ഥമായും പരിവർത്തിപ്പിക്കാം എന്നല്ലാതെ ഒന്നിനെയും നശിപ്പിക്കാൻ സാധ്യമല്ല, പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധ്യമല്ല എന്നതാണ് അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോ ഇത് ആരെക്കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ്? മനുഷ്യൻ ഭൂമുഖത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ഈ തന്റെ ചുറ്റുപാടുമുള്ള പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നത് അകത്ത് നിന്നുകൊണ്ട് നിരീക്ഷിച്ച് കണ്ടെത്തുന്ന ചില കാര്യങ്ങളാണ് ഈ ഐൻസ്റ്റൈൻ പങ്കുവച്ചിട്ടുള്ളതും അതുപോലെ വേറെ പലരും മുന്നോട്ട് വെച്ചിട്ടുള്ളതും ഒക്കെ തന്നെ. ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത് തന്നെ അതിനൊരു ചരിത്രം ഉണ്ടല്ലോ, അതിനൊരു ഉത്ഭവമുണ്ട്. അതെങ്ങനെയുണ്ടായി, ആരുണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങൾ. അപ്പൊ ഇതൊന്നും പരിവർത്തിതമായി താനേ ഉണ്ടായത് എന്ന് പറയാൻ വയ്യല്ലോ. ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന രൂപമുണ്ടല്ലോ. അപ്പൊ അത് ഖുർആൻ പറയുന്നത് ഖുൻ എന്ന ദൈവിക ആജ്ഞയാണ് എന്നതാണ്. അവിടെ ഒന്നും മറ്റൊന്നായി മാറിയതല്ല, ഒന്നും മറ്റൊന്നായി മാറിയതല്ല. അവിടെ ദൈവിക കൽപ്പന, ആജ്ഞ നടപ്പിലായതാണ്. അങ്ങനെയാണ് ഉത്ഭവം ഉണ്ടാവുന്നത്. ഖുർആൻ അങ്ങനെയാണ് പറയുന്നത്. ഭൂമിയിലെ ഈ ഭൗതികമായ സാഹചര്യങ്ങളിൽ നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന പല പ്രതിഭാസങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് വെള്ളം നീരാവിയാവുന്നതും നീരാവി ഘനീഭവിച്ച് മഴയായി വീഴുന്നതും അങ്ങനെ ഈ വിധത്തിലുള്ള ഒരു ചംക്രമണം, ഒരു സൈക്കിൾ, എവല്യൂഷന്റെ ഒരു സൈക്കിൾ കാണാൻ പറ്റും. അത് നിർണിതമായ പരിമിതമായ ഒരു തലത്തില് അങ്ങനെ ഉണ്ട് എന്നതിനെ ആരും നിഷേധിക്കുന്നില്ല. അപ്പൊ മനുഷ്യന്റെ സ്പേം, ശുക്ലത്തിലെ ഒരു കണം, അത് ഒരു മനുഷ്യ പുത്രനായി അല്ലെങ്കിൽ പുത്രിയായി പിറവിയെടുക്കുന്നത് എന്തെല്ലാം പരിവർത്തനങ്ങളിലൂടെ പരിണാമം സംഭവിച്ചുകൊണ്ടാണ് എന്നത് നമ്മൾ കാണുന്നില്ലേ? ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഉണ്ട്. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തിൽ അള്ളാഹു വെച്ച ഒരു കാര്യം തന്നെയാണ് ഈ പരിവർത്തനവും ഈ പരിണാമവും ഒക്കെ തന്നെ. അതെല്ലാ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നതാണ് തെറ്റ്. പ്രപഞ്ചം ഉണ്ടായത് പരിണമിച്ചിട്ടാണ്, മനുഷ്യനുണ്ടായത് മറ്റു മൃഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ജൈവ രൂപങ്ങളിൽ നിന്ന് പരിണമിച്ചാണ് എന്നൊക്കെ ഓരോരുത്തരും പറയുമ്പോ അതിന് കൃത്യമായ ന്യായങ്ങളും തെളിവുകളും വേണം. എന്നാൽ അള്ളാഹു ഖുർആനിൽ വ്യക്തമാക്കുന്നത് പ്രപഞ്ചം പരിണാമത്തിലൂടെ ഉണ്ടായി എന്നല്ല, ദൈവിക കൽപ്പനയുടെ ഫലമായി ഉണ്ടായി എന്നാണ്. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും ഉണ്ടാവുന്നത് ആ ദൈവിക ആജ്ഞയുടെ ഫലമായിട്ടാണ്. ചിലതിന് അതിന് ഒന്ന് മറ്റൊന്നായി രൂപാന്തരപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു പ്രക്രിയ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും അങ്ങനെയല്ല. ഒരു പൂമ്പൊടി ഒരു പൂമൊട്ടായി, പൂവായി, കായായി രൂപപ്പെട്ടു വരുന്നത് നമ്മളുടെ കൺമുന്നിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോ പരിണാമം എന്നത് അവിടെ പ്രവർത്തനക്ഷമാണ്. പക്ഷെ പൂവ് തന്നെ ഉണ്ടായത്, അല്ലെങ്കിൽ ചെടികൾ ഉണ്ടായത്, മരങ്ങൾ ഉണ്ടായത്, ഭൂമി ഉണ്ടായത്, ആകാശം ഉണ്ടായത്, ഇതൊക്കെ തന്നെ ഈ കേവല പരിണാമ പ്രക്രിയയിലൂടെയാണ് എന്നത് പറയുമ്പോൾ തുടക്കം എങ്ങനെ, ആദി കാരണം എന്ത് എന്നതൊക്കെ ഉത്തരം നൽകപ്പെടാത്ത ചോദ്യങ്ങളായിട്ട് അവശേഷിക്കുകയാണ്. ആ മേഖലയിൽ മനുഷ്യയുക്തി കൊണ്ട് ഉത്തരം കണ്ടെത്ത പ്രയാസമാണ്. അതാണ് ദൈവികമായിട്ട് ഖുർആൻ പകർന്നു നൽകുന്നത് എന്ന് ചുരുക്കത്തില് നമുക്ക് അതിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റും. അപ്പോ സൃഷ്ടാവ്, പിന്നെ അത് സംബന്ധമായി മറ്റൊരു കാര്യം, ഇതാണ് ചോദ്യങ്ങൾ. മറ്റൊന്ന്, ഗാസയിൽ നടക്കുന്നതിലും ഭീകരമായ അനീതി
അല്ലേ തന്നെ പ്രകീർത്തിക്കാത്ത കുറ്റത്തിന് അള്ളാഹു നരകത്തിൽ നൽകാൻ കാത്തിരിക്കുന്നത് എന്നതാണ് ഒരു ചോദ്യം. ഗാസയിൽ നടക്കുന്നത് അനീതിയാണ്, അക്രമമാണ് എന്നത് നിങ്ങളെ സമ്മതിക്കുന്നുണ്ടാവും. നരകത്തില് ശിക്ഷ നൽകപ്പെടുന്നത് അന്യായമായിട്ടാണ് അല്ലെങ്കിൽ അനീതി ഉള്ള വിധത്തിലാണ് എന്നത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്? നീതിമാനായ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള കഴിവുകളുടെയും അവസരങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യൻ എന്ത് ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വിധി കൽപ്പിക്കുക. ആ ഘട്ടത്തില് ഈ ചോദ്യം ഉന്നയിച്ച ആളുടെ ചർമ്മം പോലും അയാൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കും. ഒരു സംശയവുമില്ല. ഖുർആൻ പറയുന്ന കാര്യം അതാണ്. അയാളുടെ കൈകാലുകള്, ശരീരാവയവങ്ങള്, ചർമ്മം ഉൾപ്പെടെ എല്ലാം തന്നെ അയാൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കുകയും അയാൾ അന്യായമാണ് മുന്നോട്ട് വെച്ചത്, അനീതിക്കും അസത്യത്തിനുമാണ് അയാൾ അതിനു വേണ്ടിയാണ് നിലകൊണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമാക്കപ്പെടും. ഇപ്പോ ഉന്നയിക്കുന്ന ഈ ന്യായങ്ങളൊന്നും പറയാൻ ഈ പറയുന്ന ആളുടെ നാവ് പോലും പൊങ്ങുകയില്ല ആ ഘട്ടത്തില് എന്നതാണ് ഖുർആൻ വെളിപ്പെടുത്തുന്ന കാര്യം. അത് ശരിയാണോ തെറ്റാണോ എന്നത് ആലോചിച്ച് മനസ്സിലാക്കാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഞാൻ അതിൽ അഭിപ്രായം പറയുന്നില്ല. മറ്റൊരു ചോദ്യം, ക്രൈസ്തവരും പഴയ നിയമവും ഹൈജാക്ക് ചെയ്ത് ബൈബിളിൽ കൂട്ടിച്ചേർത്തു എന്ന് വാസ്തവമാണ് എന്നതാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. ഖുർആനില് നടത്തുന്ന പല വിവരണങ്ങളും ബൈബിളിൽ നിന്ന് അതുപോലെ ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് എന്നതാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞു വെച്ച കാര്യം. അതുപോലെ തന്നെ ബൈബിളിന്റെ ന്യൂ ടെസ്റ്റമെന്റിൽ സുവിശേഷത്തിലും ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്ന് പലതും അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ബൈബിളില് അതിന്റെ ന്യൂ ടെസ്റ്റമെന്റിൽ ഓൾഡ് ടെസ്റ്റമെന്റുമായിട്ട് ബന്ധമുള്ള പല കഥകളും വിവരണങ്ങളും വരുന്നുണ്ട്. ഖുർആനിൽ ഈ ഓൾഡ് ടെസ്റ്റമെന്റിലും ന്യൂ ടെസ്റ്റമെന്റിലും പരാമർശിക്കപ്പെടുന്ന പല കാര്യങ്ങളും അതിലെ മനുഷ്യ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമായി സംഭവിച്ച തെറ്റുകള് തിരുത്തിക്കൊണ്ട് അതിന്റെ ശരിയായ വിവരണം നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. തെറ്റ് തിരുത്തി ശരിയായ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിന് അടിച്ചു മാറ്റുകയെന്നോ അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യാന്നൊക്കെയാണ് നിങ്ങളുടെ ഭാഷയിൽ പറയുക എങ്കിൽ അതൊരല്പം കടന്നു കൈയാണ് എന്നാണ് ഞാൻ പറയാ. നിങ്ങൾ എഴുതി വെച്ച കഥ അതിലെ വളരെ ശ്രദ്ധേയമായ അബദ്ധങ്ങളെ തിരുത്തിയിട്ട് ഞാൻ അതിനെ പുനരാവിഷ്കരിച്ച് പറയുകയാണ്. യഥാർത്ഥത്തിൽ അത് പണ്ടേ ഞാൻ പറഞ്ഞൊരു കഥ തന്നെയാണ്. അത് നിങ്ങളുടെ കയ്യിൽ കുറെ കാലം ഇരുന്നപ്പോ അതിൽ പല തെറ്റുകളും വന്നു. ഞാനത് വീണ്ടും തിരുത്തി അതിന്റെ ശരിയായ രൂപത്തിൽ അതിനെ പുനരാവിഷ്കരിച്ച് നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരുന്നു. അതിന്റെ അർത്ഥം ആ കഥ ആദ്യം തന്നെ രചിച്ചത് ഞാനാണ്, അത് പറഞ്ഞു എന്നത് നേരത്തെ ഞാനാണ്. നിങ്ങളത് പല ഘട്ടങ്ങളിലായിട്ട് കേടാക്കി അതില് അബദ്ധങ്ങള് ഒക്കെ വരാൻ ഇടയാക്കി അതിനെ നശിപ്പിച്ചു. ഞാൻ അതിനെ വീണ്ടും തെറ്റുകൾ തിരുത്തി വീണ്ടും അവതരിപ്പിച്ചു എന്നതാണ് വസ്തുത. ഇത് പരിശോധിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതാണ്. കാരണം ഖുർആൻ വിവരിക്കുന്ന ഏത് കഥയും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാം. യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, നൂഹ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഒന്നും തന്നെ, ഈസ അലൈഹി ഇസ്ലാം, മറിയം റളിയല്ലാഹു അൻഹ, യഹിയ അലൈഹിസ്സലാം, ജക്കരിയ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഇവരെ കുറിച്ചൊന്നുമുള്ള ഖുർആൻ വിവരിക്കുന്ന കഥകള് ഈ പൂർവിക വേദങ്ങളിലുള്ള അതേപടി ഉള്ള വിവരണമല്ല. വലിയ ഗുണപരമായ മാറ്റങ്ങളുള്ള വിധത്തിലാണ് ആ കഥകള് അവതരിപ്പിക്കപ്പെടുന്നത്. മനുഷ്യൻ അതിൽ വരുത്തിയ പല വീഴ്ചകളെയും തിരുത്തിക്കൊണ്ട് അതിനെ വീണ്ടും അവതരിപ്പിക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. ആദ്യം അവതരിപ്പിച്ചതും പിന്നീട് തെറ്റ് തിരുത്തി അവതരിപ്പിക്കുന്നതും ഒക്കെ അള്ളാഹു തന്നെയാണ് എന്നതാണ്. മുഹമ്മദ് നബി അല്ല. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. മുഹമ്മദ് നബി അടിച്ചു മാറ്റിയതാണ് എന്ന നിലയ്ക്ക്. മുഹമ്മദ് നബിയാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് അല്ലെങ്കിൽ എഴുതിയത് എന്ന്
ഇസ്ലാമിക ലോകത്ത് ആർക്കും അവകാശവാദമില്ല. മുഹമ്മദ് നബി പോലും അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല. സ്വന്തം കൈകൾ കൊണ്ട് ഒരാള് പുസ്തകം രചിച്ചിട്ട് അത് മറ്റൊരാൾ എഴുതിയതാണ് എന്ന് പറയുന്ന ഒരു സംഗതി വളരെ കൗതുകമുള്ള ഒരു കാര്യമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോരുത്തരും മറ്റുള്ളവരെ എഴുതിയത് തൻ്റെതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ അത്തരം മനുഷ്യ രീതികളൊക്കെ പരിചയമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിസ്തുലമായ ഒരു രചന നിർവഹിച്ചിട്ട് അത് വേറൊരാൾ എഴുതിയതാണ് എന്ന് ആരെങ്കിലും പറയുമോ? അതെന്തൊരു വിഡ്ഢിത്താണത്. നിങ്ങൾ തന്നെ ആലോചിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കോളൂ അത് സംബന്ധമായിട്ട്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു മറിയമിലെ 41 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുകയുണ്ടായത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.